ബി.എഡിൻ്റെ ജെൻഡർ എക്സാം ആയിരുന്നു. പേപ്പറിൻ്റെ പേര് ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്നാണ് കേട്ടോ. ഇതിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ 18 എണ്ണമാണ്. 18 എണ്ണത്തിലും പെൺകുട്ടികളുടെ ബുദ്ധിമുട്ടുകളെ പറ്റിയാണ്. എന്ന് വെച്ചാൽ ടിപ്പിക്കൽ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ് ഇൻ സ്കൂൾ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ വേറൊരു ജെൻഡറിനെ പറ്റി പോലും പരാമർശിച്ചിട്ടില്ല. ആൺകുട്ടികളെ പറ്റി, ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റി, ഗേ കമ്മ്യൂണിറ്റിനെ പറ്റി ഒന്നിനെയും പറ്റി ഒരു പരാമർശവുമില്ല. പൊതുബോധത്തിൽ സ്ത്രീയും പുരുഷനും എന്നുണ്ടല്ലോ ജെൻഡറിൽ, അങ്ങനെ ഇവർ വിശ്വസിക്കുന്നുള്ളൂ. അധ്യാപക സമൂഹത്തിൻ്റെ മുക്കാൽ ആളുകളും പുരുഷന്മാരെ പറ്റിപ്പോലും ഇതിൽ ഒന്നും ചോദിച്ചിട്ടില്ല. മറ്റുള്ളവരെ പരിഗണിക്കുന്ന പോലുമില്ല. അപ്പോൾ ഇത് ശരിയാണ്, ജെൻഡറിനെ പറ്റിയിട്ടാണ് പഠിപ്പിക്കാനുള്ള. ഈ ജെൻഡർ എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ ഇഷ്ടത്തിന് വെട്ടിച്ചുരുക്കും. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാക്കും. അധ്യാപികയാവാൻ വേണ്ട അധ്യാപികയാകാൻ വേണ്ട ജെൻഡറിനെ പറ്റിയിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ മാത്രം മനസ്സിലാക്കുക എന്നതല്ല എന്നുള്ളത് സത്യാവസ്ഥയാണ്. പക്ഷെ അതിലേക്ക് ചുരുക്കമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെ വരണേ എന്നുള്ളത്, വിദ്യാലയത്തിലുള്ള പ്രശ്നങ്ങളുടെ മൂലകാരണങ്ങൾ ഈ അടിത്തട്ടിലെ തുടങ്ങുന്നുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അവനവന് ഇതിനൊന്നും പറ്റിയൊരു അറിവില്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സത്യാവസ്ഥയാണ്.